ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് റീസെന്റ് വന്നൊരു കമന്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കമന്റ് കണ്ടിട്ട് എനിക്ക് ഇഗ്നോർ ചെയ്യാൻ തോന്നിയില്ല. ഭയങ്കരമായിട്ട് പേഴ്സണലി വിഷമമായൊരു കമന്റാണ്. ഈ കുട്ടി മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ? ഇതാണ് ഞാൻ അവിടെ കണ്ടൊരു കമന്റ്. ആൻഡ് ഈ കമന്റ് ഇട്ടേക്കുന്നത് നിഖിൽ വിനു 5818. ഈ ഫേക്ക് അക്കൗണ്ട് എന്നാണ് വന്നതെങ്കിലും ഇത് ഇടാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ, അതായത് ഒരു ഹ്യൂമൻ വേണമല്ലോ. ഒരാൾ വന്നിരുന്ന് ടൈപ്പ് ചെയ്താലല്ലേ ഈ കമന്റ് ഇടുള്ളൂ. അതും മലയാളത്തിലാണ് ഇട്ടേക്കുന്നത്. ഈ കുട്ടി മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ? അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഈ ഒരു 4 മാസം, ഇപ്പൊ 4 മാസമായിട്ടുള്ളൂ. ഈ കുട്ടി, അതായത് എന്റെ കൊച്ചിന് എന്താ പറയാ, നിങ്ങളുമായിട്ട് ഒരു പ്രശ്നമോ ഒന്നും ഇല്ല. ഈ ഒരു കുഞ്ഞു കൊച്ചാണ്. ആ ഒരു കൊച്ച് മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്നു. എങ്ങനെയാണ് ഈ കമന്റ് ഇടാൻ തോന്നുന്നത് എനിക്കറിയില്ല. ഈ കമന്റ് വായിച്ച ശേഷം സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. കഷ്ടപ്പെട്ട് നമ്മളെ നൊന്ത് പ്രസവിച്ച ആ ഒരു കുട്ടി നമുക്ക് കയ്യിൽ കിട്ടൂല എന്നൊരവസ്ഥ വരുമ്പോൾ അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ കമന്റ് ഇടാൻ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മന്ദബുദ്ധി കുട്ടിയാണോ ഇത്? മന്ദബുദ്ധി കുട്ടിയാണോ? സ്പെഷ്യൽ ചൈൽഡ് ആയിട്ടുള്ള ഒരാളുടെ അക്കൗണ്ടിലാണ് ഇങ്ങനെ വന്നിട്ടിരുന്നുവെങ്കിൽ അത് കാണുന്ന അവരുടെ പേരൻസിന് എന്തുമാത്രം വിഷമാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് മന്ദബുദ്ധി കൊച്ചാണോ എന്ന് പറഞ്ഞത് എനിക്കറിയില്ല. ഈ മന്ദബുദ്ധി എന്ന് പറഞ്ഞേക്കുന്ന ഒരു വാക്കില്ലേ, ആ വാക്കിന് പകരം ഒരുപാട് വാക്കുകൾ തനിക്ക് യൂസ് ചെയ്യാം. 4 മാസമായുള്ള ഒരു കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നാണ് താങ്കളുടെ ഡിക്ഷണറിയിലുള്ളത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വളരെ ഉപയോഗമായേനെ. സ്വന്തം ലൈഫിൽ ഈ സിറ്റുവേഷൻസ് ഒന്ന് അനുഭവിക്കണം, മനസ്സിലായോ? അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താ പറയാ, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. അപ്പം എനിക്ക് ദൈവം തിരിച്ച് രണ്ടാമത് എനിക്ക് തന്നൊരു കുട്ടി എന്നാണ് ഞാൻ സത്യം പറഞ്ഞ ഇപ്പോഴും ആലോചിക്കുന്നത്. ചിലപ്പോൾ ഇപ്പോഴും അവളെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഇവളെ എനിക്ക് കിട്ടിയോ എന്ന് ഞാൻ ക്വസ്റ്റ്യൻ മാർക്കിൽ വിചാരിക്കും. കാരണം അന്ന് പോയി എന്ന് വിചാരിച്ചൊരു കൊച്ചാണ്. എന്നിട്ടും ഈ കമന്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ. അത് നിങ്ങൾക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല. ഒരുപാട് പേര് ഞങ്ങൾക്ക് മെസ്സേജ് സപ്പോർട്ടായിട്ട് ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്കും ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും എനിക്കൊരു, നമ്മൾ പറയില്ലേ, കഷ്ടം. ഒരു വയ്യാത്ത കുട്ടിയാണെങ്കിൽ ഞാനതിനെ നോക്കും. ബിക്കോസ് എനിക്ക് കിട്ടിയ എന്റെ കൊച്ചാണ്, കാരണം ഞാൻ പ്രസവിച്ച കുട്ടിയാണ്. ഒരു വയ്യാത്ത കുട്ടിയാണ് മേ ബി ഇയാൾക്ക് കിട്ടുന്നതെങ്കിൽ, ഇയാൾക്ക് ഇനി അങ്ങനെ കിട്ടിയാൽ ഇയാൾ അതിനെ കൊന്നു കളയോ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. എന്റെ കൊച്ച് ഇപ്പൊ മരിച്ചു പോയെങ്കിൽ ഇയാൾക്ക് അത്രയും സന്തോഷമാവോ? എത്രമാത്രം ഇയാൾക്ക് സന്തോഷമാവുമായിരുന്നു എന്റെ കൊച്ച് മരിച്ചു പോയെങ്കിൽ? അതാണ് ഇയാൾക്ക് സന്തോഷം തരുന്ന കാര്യം. എന്റെ കൊച്ച് മരിക്കുന്നതാണോ ഇയാൾക്ക് സന്തോഷം? കുറച്ചൊക്കെ മനുഷ്യത്വം ലൈഫിലാവാം, മനസ്സിലായോ? ഇയാള് ചെയ്തൊരു കർമ്മ ഉറപ്പായിട്ടും ഇയാൾക്ക് തിരിച്ചു കിട്ടും. എന്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാ. എന്റെ ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ മാറ്റുക, സ്കിപ്പ് ചെയ്ത് പോവാ. നമ്മളെ പറ്റി പറയുന്ന പോലെ അല്ല ഒരു കുഞ്ഞു കുട്ടിയെ പറ്റി പറയുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും.